നമസ്കാരം. ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് യെസ് നോ ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം സാധിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ പൂർണ്ണമായും കാർഡിന് നൽകുക. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചതിന് ശേഷം ഈ ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ മനസ്സിൽ വിചാരിച്ച കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും. ജഡ്ജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്ന ഒന്നാണ്. എന്നാൽ അന്യായമായിട്ടുള്ള എന്തെങ്കിലും കാര്യമാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് യാതൊരു ന്യായവും ഇല്ല എങ്കിൽ അത് നിങ്ങൾ ഉപേക്ഷിക്കുക. കാരണം ഇത് നീതിയുടെ ഒരു എനർജിയെയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് നീതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നമ്മുടെ പക്ഷത്തേക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇത് പ്രപഞ്ചത്തിൻ്റെ ഇടപെടലുള്ള ഒരു കാർഡ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സത്യസന്ധരാണെങ്കിൽ, നമ്മൾ ചെയ്ത കാര്യത്തിൽ യാതൊരുവിധ തെറ്റുകളോ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ച കാര്യം സാധിക്കുമെന്നാണ് പ്രപഞ്ചം ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഓവർ തിങ്കിങ് കാരണം ചില ബ്ലോക്കുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ആവശ്യമില്ലാത്ത സാഹചര്യം പക്ഷേ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ഓവർ തിങ്കിങ് കാരണം അത് പ്രതികൂല ദിശയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് അവസാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം ഒരു ഓഫർ കൂടി നൽകുന്നുണ്ട്. കാരണം ഇവിടെ 9 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടേതായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ കാരണമാണ് നിങ്ങളുടെ നേർക്ക് വന്നിരിക്കുന്ന ഭാഗ്യത്തെ അടച്ചിരിക്കുന്നത്. ആ ഭാഗ്യത്തെ നിങ്ങൾക്ക് ഈ ചിന്തയെ മാറ്റി ചിന്തിക്കുമെങ്കിൽ, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അഫർമേഷൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരൊറ്റ ശതമാനത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം, മാനസിക ധൈര്യം നിങ്ങൾക്ക് വേണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക. സെൽഫ് ലവ് ചെയ്യുക. സെൽഫ് കോൺഫിഡൻസോടുകൂടി നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യുക. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 9 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, 9 ഓഫ് സോഡിൻ്റെ എനർജി ഏസ് ഓഫ് കപ്പാണ്. നിങ്ങളെ തന്നെ സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇത് നിങ്ങളെ തന്നെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ആവർത്തിച്ച് ആ വേദന ചിന്തിച്ച് ആ വിഷമത്തെ നിങ്ങളുടെ സറൗണ്ടിങ് എനർജിയെ ഡാർക്കാക്കി മാറ്റുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാറി ചിന്തിക്കുക. സെൽഫ് ലവോടുകൂടി നിങ്ങൾ ഓരോ കാര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കുമെന്നാണ് പ്രപഞ്ചം ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒരു ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കും